ഹായ്, മോളീസ് ഗാർഡൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഫ്രൂട്ട് പരിചയപ്പെടുത്തി തരാവേ. സാധാരണ അങ്ങനെ എല്ലാവർക്കും ഒന്നും അത് അറിയത്തില്ല, കണ്ടിട്ടില്ലാത്തൊരു ഫ്രൂട്ടാണ്. അപ്പോൾ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മരം. ഇത് കണ്ടോ, ആദ്യം ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കായ ചെറിയ നെല്ലിക്ക പോലെ ഇങ്ങനെ നിൽക്കും. ഇത് ഒരു നെല്ലിക്കയുടെ മുഴുത്ത വളർന്നു കഴിയുമ്പം അത് പഴമായി കഴിയുമ്പോൾ ഒരു നല്ല മുഴുത്ത നെല്ലിക്കയുടെ വലിപ്പമുണ്ട്. ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇതുണ്ട്. ചിലതിന് നല്ല വലിപ്പമുണ്ട്, കായ ഉണ്ടോ. ചിലത് നല്ല വലിപ്പത്തിൽ ഉണ്ടാവും. പിന്നെ ഇത് എന്താ, ഈ മരത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് അങ്ങ് പഴുത്തിട്ട് പറിച്ചെടുക്കുവാണെങ്കിൽ അതിന് നല്ല മധുരമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയ പുളിയും കൂടെ ഉണ്ട്. അപ്പം പുളിയും മധുരവും കൂടെ മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. നല്ല രുചിയുണ്ട്. നമുക്ക് ചുമ്മാതെ ഇങ്ങനെ പൊളിച്ച് വായിൽ ഇടാൻ തോന്നും. ഇത് എന്താ കഴിഞ്ഞാൽ എന്താ, കുറേ വലുതായിട്ട് ഒത്തിരി വലിപ്പമില്ല. എന്നാൽ ഇതുണ്ട് അത്യാവശ്യം നല്ല ആദ്യമൊക്കെ ഉണ്ടാകുന്ന കായ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിനകത്ത് കണ്ടോ, ചെറുതും വലുതുമായിട്ടുള്ള കായ്കളുണ്ട്. ഇത് കണ്ടോ, ഈ പഴത്തിൻ്റെ പേരാണ് ബറാബ ഫ്രൂട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ലെമൺ മംഗോസ്റ്റിൻ എന്നും പറയും. അപ്പോൾ ഇത് നല്ല വിലയുള്ള സാധനം കേട്ടോ. എനിക്കിതിൽ ആദ്യം ഇത് കായൊക്കെ ഉണ്ടായി, കുറേ ഉണ്ടായിരുന്നു. ആദ്യം ഇതിൽ പഴങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇത് ഇത്രയും വിലയുള്ള സാധനമാണെന്നും നല്ലതാണെന്നും. അപ്പോൾ നമുക്കിത് എന്താ, ഞാൻ ഒരു ആത്തപ്പഴത്തിൻ്റെ തൈയാണ് ഇതിലെ കൊണ്ടുവന്ന ആളിനോട് ചോദിച്ചത്. പക്ഷേ പുള്ളി തന്നത് ആത്തപ്പഴത്തിൻ്റെ തയ്യാന്നും പറഞ്ഞ് തന്നതാണ്. ഇത് വെച്ച് കഴിഞ്ഞപ്പം ഉണ്ടായി വന്നത് ഇങ്ങനത്തെ കായകളാണ്. അപ്പോൾ ഈ കായ് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇതെന്ത് കായാണ്, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തുമില്ലായിരുന്നു. അപ്പോൾ ഇതെന്ത് കായാണെന്ന് ഓർത്തിട്ട് എന്താ എങ്ങനെയാണെന്നൊരു ഒന്ന് വായി വെച്ച് നോക്കുമ്പം പുളി അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു, എടുത്തേ ഇല്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് നല്ല വിലയുള്ള ഫ്രൂട്ടാണ് എന്ന് മനസ്സിലായി. ഇതിന് ഒരു കിലോയ്ക്ക് 1000-നടുത്ത് വിലയുണ്ട്, ഒരു 800 അങ്ങനെയൊക്കെ വിലയുണ്ട്. ലെമൺ മംഗോസ്റ്റിൻ ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് നല്ല പഴമായി. ഇത് ഒരു ഇച്ചിരിയൊക്കെ മഞ്ഞ നിറമൊക്കെ ആയി വരുന്ന സാധനം. ഇതിനൊക്കെ ഇച്ചിരി പുളിയൊക്കെ ഇതുപോലെ പഴമായി കഴിയുമ്പം, ഈ കളറിലേക്ക് വന്നു കഴിയുമ്പം ഇതിന് നല്ല മധുരവും പുളിയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ, ഇത് ഇഷ്ടമുള്ളവർക്ക് ചുമ്മാ ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നും. അതുപോലെ പിന്നെ പൊളിച്ച് ചുമ്മാ വായിലിടാൻ തോന്നും. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രൂട്ട് പരിചയപ്പെടുത്തി. ഇത് എന്നോടൊരാൾ ചോദിച്ചു കേട്ടോ, ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ അയലോക്കത്തെ ആണോന്ന്. ഇപ്പോൾ ഞാൻ നിലവിലിപ്പോൾ കാണിച്ചിട്ടുള്ളതെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള പല സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ അല്ലാത്ത ചിലത് വല്ലതും അപൂർവമായിട്ടൊക്കെ ഉള്ളൂ പുറത്തേതൊക്കെ വല്ലയിടത്തൊന്നും കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. Okay, thank you.